ക്ഷേത്രം വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് കിടന്നിരുന്നതാണ്. അത് വളരെ സുപ്രീം കോടതി ഇടപെടൽ സെറ്റിലായി. അതുപോലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേസ് അവിടെ ഉണ്ട്. അതിപ്പോൾ അത് ആക്റ്റീവായിട്ടില്ലെങ്കിൽ പോലും സുപ്രീം കോടതി കേസുണ്ട്, നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കേണ്ടി വരും. ഈ അയോധ്യ ക്ഷേത്രത്തിലെ പ്രശ്നം പരിഹരിച്ചതുപോലെ ഇതിലും ഒരു ശാശ്വതമായ പരിഹാരം വേണ്ടതല്ലേ? ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടതാണ്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രശ്നപരിഹാരത്തിന്റെ പിന്നിൽ നമ്മൾ സാധാരണ പറയില്ലേ, ഈ ഒട്ടകത്തിന്റെ നട്ടല് തകർത്ത അവസാനത്തെ വൈക്കോൽ തുരുമ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആദ്യം മുഴുവൻ ആ ഒട്ടകത്തിന് എത്ര വൈക്കോൽ താങ്ങാനുള്ള ശേഷിയുണ്ട് എന്ന് പരിശോധിച്ച് അവസാനം ഒരു വൈക്കോൽ തുരുമ്പ് വെച്ചപ്പോഴേക്കും സത്യത്തിൽ മുമ്പേ വെച്ച വൈക്കോൽ തുരുമ്പുകളുടെ വൈക്കോൽ കെട്ടുകളുടെ ഭാരത്തിൽ കൂടിയാണ് അത് തകർന്നത്. പക്ഷേ വിഡ്ഢിയായ ഒരു ആള്, ഞാനിനി ആരാണത് ചെയ്യുക, ഒരു കഥയാണ്, ഒരു രണ്ട് അറബികൾ തമ്മിലുള്ള തർക്കത്തിന്റെ കഥയാണ്. ഒരറബി പറഞ്ഞു, ഇതാണ് ഭാരം, ഇത് ആദ്യമേ വെച്ചിരുന്നെങ്കിൽ ആദ്യമേ പൊട്ടും. അങ്ങനെ കരുതുന്നത് പോലെയാണ് ഈ കോടതി വിധിയെക്കുറിച്ചുള്ള പറച്ചിൽ. കോടതി വിധി അല്ല തുടക്കം, കോടതി വിധി അല്ല ആത്യന്തികവുമായി വന്നത്. കോടതി വിധി ഈ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വലിയ അഭിപ്രായ രൂപീകരണത്തെ കൂടി കണക്കെടുത്തിട്ടാണ്. ഒരു സാമൂഹിക സംഘടന, ഒരു വലിയ ശക്തമായ പ്രക്ഷോഭണം, കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്ഷോഭണം, അതിനോടൊപ്പം നടന്ന വളരെ ഗഹനമായ ഗവേഷണങ്ങൾ, അവിടെ നടന്ന ഗവേഷണങ്ങൾ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ഗവേഷണങ്ങൾ, ഭൂമിക്കടിയിലേക്ക് കുഴിച്ച് എവിടെ വരെ ഏതെല്ലാം അവശിഷ്ടങ്ങൾ കാണാനുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഏറ്റവും അടിത്തട്ടിൽ കാണുന്നത് പ്രാചീനമായൊരു വൈഷ്ണവ ക്ഷേത്രമാണെന്ന് കണ്ടെത്തുന്ന ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഖനന തെളിവുകൾ പോലുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സാമൂഹ്യ മുന്നേറ്റം, കോടാനുകോടി ജനങ്ങൾ, രാഷ്ട്രീയം പോലും മറന്നുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ നടത്തിയ ഒരു വലിയ പ്രക്ഷോഭം, അതിനോടൊപ്പം നടന്ന അക്കാഡമിക് സ്റ്റഡി, സയന്റിഫിക് എക്സ്കവേഷൻസ്, ഇതെല്ലാം ഇതിന് പശ്ചാത്തലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ ഒരുമിച്ച് ചേരണം. സത്യത്തിൽ കേരളത്തെ സാഹചര്യത്തിൽ ശബരിമല കാര്യത്തിൽ ഇപ്പോഴും കണ്ടില്ലേ, ഇപ്പോഴും ഒരു വലിയ സാമൂഹ്യ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് എല്ലാവരും ചേർന്നൊരു മുന്നേറ്റം ഉണ്ടാക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഇന്ന് നിങ്ങൾക്കൊക്കെ പറയാൻ തോന്നുന്ന വിധത്തിൽ അയോധ്യയിൽ എത്ര സുഖകരമായി പ്രശ്നം പരിഹരിച്ചു, ഒരു പ്രശ്നമില്ല ഇപ്പോൾ. ആ നിലയിൽ പരിഹൃതമാകണമെങ്കിൽ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റം വീണ്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമല കർമ്മസമിതിയൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ BJPയുടെ ഒരു ക്രമാനുഗതമായ വളർച്ച അത് പലപ്പോഴും പ്രകടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അതിൽ RSSന്റെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട്? RSS അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. വളരെ കൃത്യമായി അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങിയത് ഒരു മുൻകാല കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല, ഹിന്ദു മഹാമണ്ഡലത്തിലും അഭിനവ ഭാരത് പോലെയുള്ള തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയാണ് RSS തുടങ്ങിയത്. ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് മാത്രം ഭാരതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയുമെന്ന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ ഹെഡ്ഗവാർ എന്ന സംഘസ്ഥാപകന് ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ഈ ദേശീയ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്ത സമൂഹമാകെ മുന്നേറണം, സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ദേശീയതയുടെ സ്പർശം ഉണ്ടാകണം, അപ്പോൾ മാത്രമേ ഈ രാഷ്ട്രത്തിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആ ആശയത്തിന്റെ സ്വാധീനം എല്ലാ മേഖലയിലും, രാഷ്ട്രീയം ഉൾപ്പെടെ, വിദ്യാഭ്യാസം, വ്യവസായം, കൃഷി, തിയേറ്റർ, ആർട്ട്, ഡ്രോയിങ്, എല്ലാ മേഖലകളിലും, സേവന പ്രവർത്തനം, എല്ലാ മേഖലയിലും ഈ ആശയത്തിന്റെ സ്വാധീനം ഉണ്ടാവണം. രാഷ്ട്രം സർവോപരി, നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചിന്താഗതി എല്ലാവരിലേക്കും എത്തുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെടുക. ആ ദേശീയതാ വിചാരത്തെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നമ്മുടെ മുമ്പിൽ മൊത്തം ഭാരതത്തിൽ ഈ രാഷ്ട്രം എന്റേതാണെന്നും ഇത് ചിരപുരാതനമാണെന്നും അത് നിത്യനൂതനമായ ഒരാശയത്തെ പ്രതിനിധാനം ചെയ്യുന്നെന്നും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അൺകോംപ്രമൈസിംഗ് ആയി വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമേ ഇന്ന് ജനങ്ങളുടെ മുമ്പിലുള്ളൂ എന്നതുകൊണ്ടാണ് ദേശീയ തലത്തിലും ഈ RSSന്റെ വളർച്ചയെ BJPയുടെ നേട്ടമായി നിങ്ങൾക്ക് തുലനം ചെയ്യാൻ തോന്നുന്നതും. അത് RSS കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്. RSS BJPക്ക് വേണ്ടി പണിയെടുക്കുകയല്ല ചെയ്തത്, RSS രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്തത്. ആ ആശയത്തെ BJP ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. കാലങ്ങളായുള്ള കേരളത്തിലെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ പരിവർത്തനം, ആ പരിവർത്തനം പതിയെ ഏത് പാർട്ടിക്കും ഉപയോഗപ്പെടുത്താം. അത് സംഘം എപ്പോഴും പറയാറുണ്ട്, ഏത് പാർട്ടിക്കും ഉപയോഗപ്പെടുത്താം, പ്രൊവൈഡഡ് ഇത് എന്റെ രാഷ്ട്രമാണ്, ഇത് ഈ അടുത്ത കാലത്തുണ്ടായ ഒന്നല്ല.
ദിസ് ഈസ് നോട്ട് എ നേഷൻ ഇൻ മേക്കിംഗ്, ദിസ് ഈസ് എ നേഷൻ, ആൻ ഏൻഷ്യന്റ് നേഷൻ. അതായത് ദേശീയതയ്ക്കൊപ്പം ചേർന്നാൽ, അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന ആശയത്തിനൊപ്പം ചേർന്നാൽ, അതിനെ പിന്തുടർന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും RSSന്റെ സേവനം ഉപയോഗപ്പെടുത്താം. സംഘം പറയാറുണ്ട് ആ കാര്യം, ഒരു സംശയമില്ലാത്ത വിധത്തിൽ പറയാറുണ്ട്. അത് ഇനിയിപ്പോ എത്രയോ സേവന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സംഘടനകൾ, ഈവൻ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ സേവന മേഖലയിൽ സംഘത്തിന്റെ പൂർണ്ണസമയ കാര്യകർത്താക്കന്മാരെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ പ്രസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്, പൂർണ്ണകാലികരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ, ഞാൻ അതും ഈ സന്ദർഭത്തിൽ പറയുകയാണ്, ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും പറയുകയാണ്, കേന്ദ്രത്തിൽ ഭരണത്തിലിരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഉടനടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വിഭജന വിഘടന വാദമോടെ രൂപപ്പെടും എന്ന് തോന്നിയപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്ന നേതാവ്, എല്ലാവരും അറിയുന്ന ആളാണ്, അദ്ദേഹം സംഘത്തെ സമീപിച്ചു. ഇതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, NSUവിന്റെ സമ്മേളനം നടക്കുകയായിരുന്നു 1984 നാഗപ്പൂരിൽ. ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് NSUയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ ടുഡേ 10-24 പേജുകൾ അടങ്ങുന്ന ഒരു വലിയ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതി. ആ സമ്മേളനം NSUയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. ആ സമ്മേളനം പല കാരണങ്ങളെ കൊണ്ട് കുപ്രസിദ്ധവുമായിരുന്നു. കുപ്രസിദ്ധം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ലേഖനം വായിച്ചെല്ലാവരും പഠിക്കട്ടെ. ഏതായാലും 2-3 ഗ്രൂപ്പായി തിരിഞ്ഞ് ആ സമ്മേളന നഗരിയിൽ അടിച്ചു. എന്നിട്ട് അടുക്കള, മെസ്സ്, ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അടക്കം നശിപ്പിച്ചു. അതിന്റെ ചിത്രമുണ്ട് ഇന്ത്യ ടുഡേയിൽ, ഇപ്പോഴും നിങ്ങൾക്ക് പരിധിയാൽ കിട്ടും. ആ സന്ദർഭത്തിൽ വന്നുകൂടിയ അല്ലെങ്കിൽ സംഘർഷത്തിൽ പെടാത്തവരോ സംഘർഷത്തിൽപ്പെട്ട് ക്ഷീണിച്ചവർക്കോ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ കോൺഗ്രസിന്റെ വളരെ തലമുതിർന്ന നേതാക്കന്മാർ, അന്ന് നാഗപ്പൂരിന്റെ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മോഹൻ ഭാഗവത്, അദ്ദേഹം നേരിട്ട് സ്വന്തം അനുഭവം പറഞ്ഞത്. മോഹൻ ഭാഗവത് അന്ന് RSSന്റെ നാഗപ്പൂർ ഉൾപ്പെടുന്ന സ്റ്റേറ്റിന്റെ, മഹാരാഷ്ട്രയല്ല വിദർഭ സ്റ്റേറ്റാണ്, അതിന്റെ അന്ന് നാഗപ്പൂർ മാത്രം ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കിയിരുന്ന RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയ്ക്ക്. അതിന്റെ പ്രാന്തപ്രചാരകൻ എന്ന് പറയും RSSന്റെ ഭാഷയിൽ. അദ്ദേഹത്തെ സമീപിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 14-15 മെസ്സുകൾ ഉണ്ടായിരുന്നതിൽ 8 മെസ്സും കൃത്യസമയത്ത് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സംഘപ്രവർത്തകരുടെ ഈ സംഘാടന മികവ് കൊണ്ട് പുനഃസ്ഥാപിച്ചു. അതുപോലും ചെയ്തു. പക്ഷെ പുറത്ത് ഈ പ്രവർത്തകന്മാർ തല്ലുകൂടിയതിനു ശേഷം പുറത്ത് തെരുവുകളിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അതിനൊന്നും RSSന് ഉത്തരവാദിത്വമില്ല. അത് സംഭവിച്ച എന്തൊക്കെയാണെന്നുള്ളതും ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ നാഗപ്പൂരിലേക്ക് എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പട്ടിണി കിടക്കുന്നത് നാഗപ്പൂരെ RSS പ്രവർത്തകർക്ക് പോലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് അവരവിടെ പോയി സഹായിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട്, ആർക്കും സംഘത്തെ സമീപിക്കാം, യാതൊരു സംശയമില്ല. ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുകയാണ്. പക്ഷേ ഈ സേവന മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, ഇനി രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിൽ പോലും അവർ ഈ ആശയത്തെ ഉയർത്തിപ്പിടിക്കുമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ ഒരു താൽക്കാലികമായ ഉദാഹരണമാണ്, ചിരന്തനമായ പ്രവർത്തനം ചെയ്യാൻ സന്നദ്ധരായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൽ സംഘത്തിന്റെ സഹായം തീർച്ചയായിട്ടും കിട്ടും. ഇതൊരു ഒട്ടും മറച്ചുവെച്ച് പറയുന്ന കാര്യമല്ല. ഇപ്പൊ കേരളത്തിലെ കാര്യം നോക്കിയാൽ ഈ BJP കൂടുതൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പം ഛത്തീസ്ഗഡിലെ വിഷയത്തിലൊക്കെ BJP പ്രസിഡന്റ് അടക്കം ഇടപെട്ടു. പക്ഷേ അതിൽ സംഘപരിവാർ സംഘടനകൾക്ക് ഒരു വേറൊരു വശമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി സംസാരിച്ചതിനെ എതിർത്തിരുന്നു. അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഒരു വൈരുദ്ധ്യവും ഒക്കെ ഈ മേഖലയിലുണ്ടോ? എന്താണ് ശരിക്കും BJPയുടെ ക്രൈസ്തവരോട് അടുക്കാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം? എനിക്ക് ക്രൈസ്തവരുമായിട്ട് പ്രത്യേകമായി അടുക്കാനുള്ള ശ്രമം BJP അങ്ങോട്ട് ചെയ്യുന്നതാണോ കൂടുതൽ? ക്രൈസ്തവ സഭകൾ ഇന്ന് അവര് കേരളത്തിൽ വിശേഷിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം അവര് ഹൈന്ദവ സമൂഹവുമായി കൂടുതൽ അടുക്കാൻ തയ്യാറാവുന്നതാണോ എന്ന് വിവേചിച്ചറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവര് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട്. എത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി 3-4 തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിന് ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട്, ഞാൻ BJP മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട്. കാരണം ആരാധന എന്താണെന്ന് നോക്കിയിട്ടല്ല ഒരു വ്യക്തിയുടെ ഹിന്ദു ആശയം നിശ്ചയിക്കുന്നത്, അല്ലെ ഹിന്ദു സംസ്കാരത്തിലുള്ള വിശ്വാസത്തെ നിശ്ചയിക്കുന്നത്. അത് വളരെ കൃത്യമാണ് സംഘത്തിന്റെ നിലപാട്. അവിടെയാണ് ഛത്തീസ്ഗഡ് പോലെയുള്ള സംഭവങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം ആവശ്യമാണ്. അവിടെ നടന്ന ആ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട്. വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത്. പക്ഷേ സംഭവിച്ചെന്താ, ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ പ്രശ്നം ഉന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ BJP അത് അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും. നമുക്കൊക്കെ അറിയാം, ഉത്തരവാദിത്ത ബോധമില്ലാത്ത, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് BJP കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം അവിടെ വൻതോതിൽ വനവാസികളുടെ ഇടയിൽ മതപരിവർത്തനം നടക്കുന്നില്ല എന്നല്ല. ആ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന വിശ്വ പരിഷത്തിന്റെയോ ഹിന്ദു ജാഗരൺ മഞ്ചിന്റെയോ ആൾക്കാർ അവരവരുടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, അവരിപ്പോഴും ഉയർത്തുന്നുണ്ട്. നന്ദി. ഏതായാലും നമ്മൾ വളരെ കുറച്ച് സമയത്തേക്കൊന്ന് സംസാരിക്കാമെന്നാണ്, പക്ഷേ അദ്ദേഹത്തിന് വളരെ വാചാലമായി പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ നമുക്ക് അദ്ദേഹത്തിൽ ലഭിക്കുകയുണ്ടായി. നന്ദി സാർ. എന്തായാലും